ഹലോ. ഞാൻ എവിടെയെങ്കിലും പോകാൻ റെഡി ആയാലും എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് എൻ്റെ ഹെയറിലാണ്. ഇതാണ് ഗൈസ് എൻ്റെ ഹെയറിൻ്റെ ഒറിജിനൽ കോലം. മൊത്തം ചുരുണ്ടാകെ കൊളമായിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ വാങ്ങിയത്. ഇത് നമ്മുടെ ഐക്കോണിക് മീ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെയർ സ്ട്രൈറ്റ്നറാണ്. 700 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 700 രൂപയ്ക്ക് അത്യാവശ്യം വെർത്തായിട്ടുള്ളൊരു സ്ട്രൈറ്റ്നറാണ് ഗൈസ് ഇത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ എല്ലാ പ്ലഗിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ഇത് എൻ്റെ ലൈറ്റ് ഓൺ ആവുന്ന സമയത്തുള്ള ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇത് മുകളിലോട്ട് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. ഇത് താഴേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ്നറാണ്. നമ്മുടെ ഹെയർ എപ്പോഴായിരുന്നാലും സ്ട്രൈറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിങ്ങനെ സെക്ഷനായിട്ട് ഹെയർ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് സ്ട്രൈറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ഒറ്റ യൂസിൽ തന്നെ ഹെയർ സ്ട്രൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു ഒറ്റ തവണ ജസ്റ്റ് കുറച്ചൊന്ന് ടൈം കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അത് സ്ട്രൈറ്റ് ആയിക്കോളും. കണ്ടില്ലേ എത്ര നീറ്റായിട്ടാണ് പെട്ടെന്ന് അതങ്ങ് സ്ട്രൈറ്റ് ആയെന്ന്. നമുക്കിനി അതുപോലെ തന്നെ അടുത്ത സൈഡും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ലേ. മാത്രമല്ല സ്ട്രെയിറ്റ് ചെയ്യാത്ത പോർഷനിൽ സ്ട്രെയിറ്റ് ചെയ്ത പോർഷനിൽ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യുന്ന പോർഷൻ ഒരു ചെറിയൊരു തിളക്കവും കൂടിയുണ്ട്. അപ്പോൾ അത്രയും സ്മൂത്തായിട്ട് ഹെയർ സ്ട്രൈറ്റ്നർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് ഫുള്ളായിട്ട് ഞാൻ സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രണ്ട് സൈഡും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു സൈഡ് മൊത്തം ചുരുണ്ടാണ് കിടക്കുന്നത്. സ്ട്രൈറ്റ് ചെയ്യുന്ന പോർഷൻ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സൈഡും അതുപോലെ. എനിക്ക് ഭയങ്കര സ്ട്രൈറ്റനിങ് ലുക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ഫ്ലാറ്റ് ചെയ്യാനായിട്ട് ചെയ്യാത്തത്. എനിക്കിത് ഇങ്ങനെ കുറച്ച് ബഫി ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ നമ്മുടെ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് ഹെയർ ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാനും പറ്റും. അപ്പം അതും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേൾ ചെയ്ത് കൊടുത്തു. അപ്പം നല്ല രീതിക്ക് കേൾ ആവുന്നുണ്ട്. നല്ല അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.